LDFിൽ മറ്റൊരു പിളർപ്പ് കൂടി വരാൻ പോകുന്നു എന്നുള്ള സംശയമാണ് ഇപ്പോൾ പ്രമുഖ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത്. CPIയും CPMും തമ്മിൽ പല വിഷയങ്ങളിൽ ഭിന്നതയുണ്ട്. അധികാരത്തിന്റെ കാര്യത്തിലും ചില വിമതസ്വരം ഉയർന്നു വരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ പല ചർച്ചകളിലൂടെയും മനസ്സിലാക്കാനായി സാധിച്ചതാണ്. എന്നാൽ ഇപ്പോൾ കേരള സർക്കാർ നടത്തുന്ന ലോക കേരള സഭയ്ക്ക് പലതരത്തിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ സർക്കാരിനെ കുത്തിയ പരാമർശമാണ് CPI മുതിർന്ന നേതാവ് നടത്തിയിരിക്കുന്നത്. മറുഭാഗത്ത് CPMന്റെ തന്നെ മുതിർന്ന നേതാവ് തങ്ങളുടെ തന്നെ ഒരു മന്ത്രി എത്താൻ വൈകിയതിൻ്റെ പേരിൽ ശക്തമായ രീതിയിൽ പ്രതികരിച്ച് വേദി വിട്ട് പുറത്തിറങ്ങി പോകുന്ന ഒരു നടപടിയും നടത്തിയിരിക്കുന്നു. CPM നിലവിൽ ഏറെ പ്രതിരോധത്തിലാണ്. അതിനൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ കൂടി വിമതസ്വരം ഉയർത്തുമ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. ആദ്യത്തേത്, പരിപാടി തുടങ്ങാൻ വൈകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മുൻമന്ത്രി G. സുധാകരൻ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ G. സുധാകരൻ തന്നെ പാർട്ടിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഭരണാധികാരികൾ കൃത്യമായി അവരുടെ പണിയെടുക്കാത്തത് കൊണ്ട് ഒരു നഷ്ടമുണ്ടായിരിക്കുന്നു, വോട്ട് ചോർച്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഹരിപ്പാട് CBC വാര്യർ അനുസ്മരണ പരിപാടിയിൽ നിന്നും അദ്ദേഹം പിണങ്ങിപ്പോയത്. സമയത്ത് പരിപാടി ആരംഭിക്കാത്തതിലുള്ള ദേഷ്യം കൊണ്ടാണ് അദ്ദേഹം പോയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിപാടി തുടങ്ങേണ്ട സമയം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് 11 മണിയായിട്ടും തുടങ്ങാതെ വന്നതോടെയാണ് സംഘാടകനെ അദ്ദേഹം വിളിച്ചു ചോദിച്ചത്. എന്നിട്ടും പരിപാടി തുടങ്ങാൻ വൈകിയതോടെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു. പരിപാടിയിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് G. സുധാകരനെയാണ്. അതിൽ ഉദ്ഘാടകനായി എത്തേണ്ടത് മന്ത്രി സജി ചെറിയാനും CPM ജില്ലാ സെക്രട്ടറി R. നാസറും സംസ്ഥാന കമ്മിറ്റി അംഗം CP ചന്ദ്രബാബു അടക്കമുള്ളവർ പരിപാടിക്ക് എത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് പരിപാടി ആരംഭിക്കാതിരുന്നത്. ഹരിപ്പാട് S&Sലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നിശ്ചയിച്ച സമയത്തിന് അല്പം മുന്നേ തന്നെ G. സുധാകരൻ പരിപാടിയിലെത്തി. സാധാരണഗതിയിൽ അദ്ദേഹം പരിപാടികൾക്ക് നേരത്തെ തന്നെ എത്താറുണ്ട്. സ്ഥിരം രാഷ്ട്രീയക്കാരെ പോലെയല്ല. 10 മണിക്ക് മുൻപ് തന്നെ സുധാകരൻ ശനിയാഴ്ച സംഘടിപ്പിച്ച പരിപാടിക്ക് എത്തിയിരുന്നു. പക്ഷേ സംഘാടകരോ പ്രവർത്തകരോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അരമണിക്കൂർ അദ്ദേഹം അവിടെ തന്നെ നിന്നു. പരിപാടി തുടങ്ങാൻ വൈകുന്നതിൽ അദ്ദേഹം ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളോടൊക്കെ തന്നെ വേദിയിൽ വെച്ച് ആമർഷം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് 20 മിനിറ്റോളം അദ്ദേഹം വേദിയിലിരുന്ന് നോക്കി. എന്നിട്ടും പരിപാടി തുടങ്ങിയില്ല. അതിനെ തുടർന്നാണ് അദ്ദേഹം വേദി വിട്ടിറങ്ങിപ്പോയത്. പിണങ്ങിപ്പോയതിനു ശേഷം G. സുധാകരനെ അനുനയിപ്പിക്കാനായി സംഘാടകർ ചിലർ ശ്രമിച്ചുവെങ്കിൽ പോലും അതിന് അദ്ദേഹം വഴങ്ങിയിരുന്നില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവും ഏരിയ കമ്മിറ്റി നേതാവും പിന്നാലെ പോയി പരിപാടി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്ന് അറിയിച്ചു. എന്നിട്ടും അദ്ദേഹം തിരിച്ചു വരാൻ തയ്യാറായിരുന്നില്ല. അതേ തുടർന്ന് 5 മിനിറ്റിന് ശേഷം പരിപാടി ആരംഭിച്ചു. എന്നാൽ ചാലുമൂട്ടിൽ മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പോയതെന്നാണ് പരിപാടിയുടെ മുഖ്യ സംഘാടകനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള A. സത്യപാലൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത്. മന്ത്രി സജി ചെറിയാൻ ഔദ്യോഗികമായ തിരക്കുകൾ ഉള്ളതുകൊണ്ട് എത്താൻ കഴിയില്ലെന്ന് പിന്നീട് സംഘാടകരും വ്യക്തമാക്കിയിരുന്നു.